സിനിമ എന്ന് പറഞ്ഞാൽ വെറുമൊരു നേരംപോക്ക് മാത്രമാണോ? അല്ല, അതൊരു സമൂഹത്തിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു കണ്ണാടിയാണ്. ആ സമൂഹത്തിന്റെ സ്വപ്നങ്ങളും പേടികളും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ തന്നെ ഒരു സാമൂഹിക ചരിത്രമാണ്. നമുക്ക് ആ കഥയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സിനിമ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇത് വളരെ ശക്തമായൊരാശയമാണല്ലേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഓരോ സിനിമയും അതിറങ്ങിയ കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു എന്ന് കാണാൻ പറ്റും. ഓരോ ഫ്രെയിമിലും ഒരു കാലത്തിന്റെ കഥയുണ്ട്, അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മലയാള സിനിമയുടെ ആ തുടക്കത്തിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം. അതൊരു സാധാരണ സിനിമയുടെ റിലീസായിരുന്നില്ല. പിന്നെയോ, വരും ദശകങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു വലിയ ദുരന്തത്തിന്റെ കഥയായിരുന്നു അത്. നമ്മുടെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ, അത് മണ്ട് ജെ.സി. ഡാനിയൽ. അദ്ദേഹം കാണിച്ചൊരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ, അന്നെല്ലാവരും പുരാണകഥകൾ സിനിമയാക്കിയപ്പോ അദ്ദേഹം ഒരു സാമൂഹിക വിഷയം തെരഞ്ഞെടുത്തു. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ ഈ സിനിമ ഇറങ്ങിയ വർഷത്തെക്കുറിച്ച് പോലും ഇന്നും തർക്കങ്ങളുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ സിനിമയുടെ തുടക്കം പോലും എത്രമാത്രം വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്ന്. ആ ചരിത്രമൊന്ന് ഉറപ്പിക്കാൻ പോലും നമുക്ക് പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു. പക്ഷേ ഈ സിനിമയുടെ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ്, ആ യഥാർത്ഥ സംഘർഷം ഒളിഞ്ഞിരുന്നത് അതിലെ നായികയിലായിരുന്നു. അവരുടെ പേര് പി.കെ. റോസി. ഒരു ദലിത് സ്ത്രീയായിരുന്നു അവർ. ഇവിടെയാണ് കഥ മാറുന്നത്. അന്നത്തെ കേരളത്തിലെ ആ ഒരു ജാതി വ്യവസ്ഥയെ മൊത്തത്തിൽ പിടിച്ചുകൊലുക്കിയൊരു സംഭവം. ഒരു ദളിത് സ്ത്രീ സ്ക്രീനിൽ ഒരു സവർണ സ്ത്രീയായി അഭിനയിച്ചു. ഇതാണ് ആ കഥയുടെ ഏറ്റവും ദുരന്തപൂർണമായ ഭാഗം. ആളുകൾക്കത് സഹിക്കാൻ പറ്റില്ല. സ്ക്രീനിൽ റോസിയെ കണ്ടതും അവർക്ക് ദേഷ്യം വന്നു. ബഹളമായി. അവസാനം അവർ സ്ക്രീൻ വലിച്ചു കീറി കത്തിച്ചു. നമ്മുടെ ആദ്യത്തെ സിനിമയുടെ ആദ്യ പ്രദർശനം തന്നെ ഒരു കലാപത്തിലാണ് അവസാനിച്ചത്. റോസിക്ക് ജീവനും കൊണ്ട് നാടുവിടേണ്ടി വന്നു. അപ്പോ വിഗതകുമാരന്റെയും റോസിയുടെയും ആ ദുരന്തത്തോടെ മലയാള സിനിമയുടെ ഒന്നാം അധ്യായം അവിടെ തീർന്നു. പക്ഷേ ആ ചാരത്തിൽ നിന്ന് പിന്നീടെന്തുണ്ടായി? അടുത്ത ദശകങ്ങളിൽ എങ്ങനെയാണ് ഒരു പുതിയ സിനിമാ വ്യവസായം ഇവിടെ രൂപപ്പെട്ടത്? കുറേ കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം 1950കളിലാണ് മലയാള സിനിമ ശരിക്കും ഒരു ഇൻഡസ്ട്രിയായിട്ട് തിരിച്ചുവരുന്നത്. പക്ഷേ ഇത്തവണ അതിന് വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം. സിനിമ വെറുമൊരു വിനോദമായിരുന്നില്ല, സാധാരണ ജനങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കാനും സംഘടിപ്പിക്കാനുമുള്ളൊരു വലിയ ടൂളായി മാറി. 60കളിലേക്ക് വന്നപ്പോഴോ സിനിമ കുറച്ചുകൂടെ സാഹിത്യത്തോടടുത്തു. തകഴിയുടെയും ബഷീറിന്റെയുമൊക്കെ പ്രശസ്തമായ നോവലുകളും നാടകങ്ങളും സിനിമകളായി. ഇത് സിനിമയ്ക്ക് കൂടുതൽ സാംസ്കാരികമായ ഒരു അംഗീകാരം നേടിക്കൊടുത്തു. കേരള സമൂഹത്തിൽ അതിന് ആഴത്തിൽ വേരുകളുണ്ടാക്കാൻ സഹായിച്ചു. രാഷ്ട്രീയവും സാഹിത്യവും ഭരിച്ച ആദ്യത്തെ കുറേ വർഷങ്ങൾക്ക് ശേഷം 70കൾ വന്നത് ഒരു വിപ്ലവവുമായിട്ടാണ്. സിനിമ എന്ന കലയെ തന്നെ മാറ്റിമറിക്കാൻ ഒരു പുതിയ തലമുറ മുന്നോട്ടു വന്നു. അവർ സിനിമയെ മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങി. അതിന് തുടക്കം കുറിച്ച സിനിമ ഏതായിരുന്നുവെന്നറിയാമോ? അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം. ശരിക്കും ഒരു വഴിത്തിരിവായിരുന്നു അത്. ബംഗാളി സിനിമയ്ക്ക് പഥേർ പാഞ്ചാലി എങ്ങനെയായിരുന്നോ അതുപോലൊരു തുടക്കമാണ് സ്വയംവരം മലയാളത്തിന് നൽകിയത്. അപ്പോ 70കളിൽ പ്രധാനമായും 2 തരം സിനിമകളാണുണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ പറയുന്ന ആർട്ട് സിനിമകൾ, ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പുതിയ കഥ പറച്ചിൽ രീതികളുള്ള സിനിമകൾ. മറ്റൊന്ന് സാധാരണക്കാരെ രസിപ്പിക്കാനുള്ള കച്ചവട സിനിമകൾ. കലയും കച്ചവടവും തമ്മിലുള്ള ഈയൊരു വേർതിരിവ് വളരെ വ്യക്തമായിരുന്നു ആ കാലത്ത്. എന്നാൽ ഈ കലയ്ക്കും കച്ചവടത്തിനുമിടയിൽ ഒരു പാലം പണിത 3 പേരുണ്ടായിരുന്നു. മലയാള സിനിമയുടെ ഗതി മാറ്റിയ ആ 3 പേര്: കെ.ജി. ജോർജ്, പത്മരാജൻ, ഭരതൻ. അവർ സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എന്നാൽ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ മധ്യവർത്തി സിനിമ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് 80കളിലേക്കാണ്. ഒരേ സമയം ഒരുപാട് മുന്നോട്ടും പിന്നോട്ടും പോയ ഒരു കാലം. ഭയങ്കര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ദശകം എന്ന് തന്നെ പറയാം. 80കളിലെ ഏറ്റവും വലിയൊരു സംഭവം ഗൾഫ് പണത്തിന്റെ വരവായിരുന്നു, അല്ലേ? അത് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. സിനിമകളുടെ ബഡ്ജറ്റ് കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയൊക്കെ മലയാളത്തിൽ വന്നു. പിന്നെ കഥകളുടെ പശ്ചാത്തലം ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറി. സാമ്പത്തികമായി ഇതൊരു വൻ കുതിച്ചുചാട്ടമായിരുന്നു. പക്ഷേ ഈ സാമ്പത്തിക പുരോഗതിയുടെ കൂടെ തന്നെ സാംസ്കാരികമായി നമ്മൾ പിന്നോട്ടു പോകുന്നൊരു കാഴ്ചയും കണ്ടു. സിനിമകളൊക്കെ പഴയ ഫ്യൂഡൽ കാലത്തെയും സവർണ നായകന്മാരെയും ആഘോഷിക്കാൻ തുടങ്ങി.
മുൻപത്തെ സിനിമകൾ സംസാരിച്ച പുരോഗമനപരമായ വിഷയങ്ങളിൽ നിന്ന് ഇൻഡസ്ട്രി പിന്നോട്ട് നടക്കാൻ തുടങ്ങിയത് ഇവിടെയാണ്. 80കളിലെ സിനിമകളുടെ ഈയൊരു മനോഭാവത്തെ വളരെ കൃത്യമായി വിവരിക്കുന്ന ഒരു വാചകമാണിത്. സമൂഹത്തിലെ പ്രശ്നങ്ങൾ പോലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണാൻ തുടങ്ങിയ സിനിമകൾ. ഇത് കേരള സമൂഹത്തിലുണ്ടായ ഒരു വലിയ മാറ്റത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു. പക്ഷേ ആ കുതിപ്പൊന്നും അധികകാലം നീണ്ടുനിന്നില്ല. 80കളുടെ അവസാനമായപ്പോഴേക്കും സാമ്പത്തികമായി ഇൻഡസ്ട്രി ആകെ തകർന്നു. സിനിമയെടുക്കാൻ പണമില്ലാത്തൊരവസ്ഥ വന്നു. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നാണ് 90കളിൽ നമ്മൾ കണ്ട രണ്ട് തരം സിനിമകൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ സോഫ്റ്റ് പോൺ സിനിമകൾ. മറ്റൊന്ന്, കുറഞ്ഞ ബഡ്ജറ്റിലുണ്ടാക്കിയ കോമഡി സിനിമകൾ. ആ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ ടെൻഷനുകളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഈ രണ്ട് തരം സിനിമകളിലും നമുക്ക് കാണാൻ പറ്റും. ഇതിനെപ്പറ്റി രസകരമായ ഒരു തിയറിയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളും പിന്നെ ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ വന്നതും കാരണം പുരുഷന്മാർക്ക് ഒരു തരം അരക്ഷിതാവസ്ഥ ഉണ്ടായി. അവരുടെ ആ ഒരു പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ് ഈ സിനിമകൾ എന്നാണ് പറയുന്നത്. വിഗതകുമാരനിലെ ആ ജാതിവെറി മുതൽ 80കളിലെ ഫ്യൂഡൽ നൊസ്റ്റാൾജിയ വരെ നമ്മൾ കണ്ടു. മലയാള സിനിമ എപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ ഒരു കണ്ണാടി തന്നെയായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. സിനിമ ഒരു സമൂഹത്തിന്റെ കണ്ണാടിയാണെങ്കിൽ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം ചിലപ്പോൾ വളച്ചൊടിക്കപ്പെട്ടതാണെങ്കിലോ എന്തു സംഭവിക്കും? ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങളെയും സമൂഹത്തെയും കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്.